Today, I am going to explain another important concept in quantum mechanics, that is electron spin. We have seen that the quantum mechanical model of hydrogen atom could explain certain properties like spectral series, radiative transitions, normal Zeeman effect, etc. But it could not explain some prominent observations like the fine structure of hydrogen atom. So fine structure means, for example, the first line of Balmer series. The theoretical prediction is lambda is equal to 656.3 nanometer. So we are expecting a single line corresponding to the transition from the energy level quantum number n equal to 3 to n equal to 2. But what is observed is two lines separated by a separation of 0.14 nanometer. Ideally, theoretically, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബാമർ സീരീസിൻ്റെ 656.3 നാനോമീറ്ററുള്ള ഒരു ലൈനാണ് തിയററ്റിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ റിയാലിറ്റി നമ്മളൊരു ഹൈ റിസോൾവിങ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് നോക്കുമ്പോൾ വി ഫൈൻഡ് ദിസ് സ്പെക്ട്രൽ ലൈൻ ദിസ് ലൈൻ കറസ്പോണ്ട്സ് ടു ടു ലൈൻസ്. They are separated by 0.14 nanometer. So that is called the fine structure of hydrogen atom. And second observational fact that could not explain this the present model of quantum mechanics is anomalous Zeeman effect. We know Zeeman effect, normal Zeeman effect. Zeeman effect is the splitting of spectral lines. Normal Zeeman effect means splitting of spectral lines into three. Now the splitting of spectral lines into more than three lines is called anomalous Zeeman effect. എങ്ങനെയാണ് അനോമലസ് Zeeman effect വരുന്നത്? സ്പ്ലിറ്റ് ഇൻ ടു മോർ ലൈൻസ് മീൻസ് മോർ എനർജി ലെവൽസ്. എങ്ങനെയാണ് എനർജി ലെവൽ നോർമൽ Zeeman effectil നമ്മൾ ഡിസ്കസ് ചെയ്ത ആ എനർജി ലെവൽസ് അല്ലാതെ വേറെ എനർജി ലെവൽസ് വരുന്നതെന്നുള്ളതും നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രസൻറ്റ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് വരും. അപ്പോൾ എന്തോ ഒരു സംതിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മിസ്സിംഗ് ആണ്. ഒരു കാര്യം കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. എന്നാലേ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ഈ ഒബ്സർവേഷനും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Now, in order to account for this fine structure and anomalous Zeeman effect, two physicists Goudsmit and Allenbeck in 1925, they were Dutch graduate students at that time. They proposed an important point that every electron has an intrinsic angular momentum called spin, whose magnitude is the same for all electrons. Now, associated with an angular momentum, there is a magnetic moment. That is the idea introduced by them to explain these two factors, fine structure and anomalous Zeeman effect. Every electron has an intrinsic angular spin momentum. അതായത് എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ അതിന് ഒരു ഓർബിറ്റൽ മൊമെൻ്റ് ഉണ്ട്. അതുകൂടാതെ എർത്ത് അതിൻ്റെ ആക്സിസിൽ സ്പിൻ ചെയ്യുന്നുണ്ട്. അതേ ക്ലാസിക്കൽ പിക്ചർ തന്നെയാണ് ഇവിടെയും അസ്യൂം ചെയ്തായിരുന്നത്. എർത്ത് സ്പിൻ ചെയ്യുന്ന പോലെ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ സ്പിൻ ചെയ്യുകയാണെങ്കിൽ ദറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കറൻറ്റ്. ദറ്റ് കറൻറ്റ് വിൽ ഗിവ് എ മാഗ്നറ്റിക് മൊമെൻറ്റ്. ആ മാഗ്നറ്റിക് മൊമെൻറ്റ് കാരണം കൊണ്ടാണ് കൂടുതൽ എനർജി ലെവൽസ് ഉണ്ടാകുന്നതെന്നാണ് അവരുടെ അസംഷൻ. So this is the classical picture assumed by them. Electron spin ചെയ്യുകയാണെങ്കിൽ അതിന് spin angular momentum ഉണ്ടാവും. Spin angular momentum is denoted by the letter S, caps S. ഇനി ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവുക. സോ മാഗ്നറ്റിക് മൊമെൻ്റ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി സ്പിൻ ആംഗുലർ മൊമെൻറ്റം. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ മ്യൂസ്. സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും. ഇനി സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ Zeeman effectil പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് പുതിയ എനർജി ലെവൽസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഫൈൻ സ്ട്രക്ചറും അനോമലസ് Zeeman effectum ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ക്ലാസിക്കൽ പിക്ചറിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നത് ഇവിടെയാണ്. ദി സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സിൽ നമുക്ക് ഇലക്ട്രോണിൻ്റെ സൈസ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ സൈസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ലെസ് ദാൻ 10⁻⁻⁻16 മീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു നോട്ടീസബിൾ ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവണമെങ്കിൽ ഇത്രയും ചെറിയൊരു സാധനമാണ്, ഇത്രയും ചെറിയൊരു പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ അതിനൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് നോട്ടീസബിൾ ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ദി ഇക്വറ്റോറിയൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സി. ലൈറ്റിൻ്റെ വെലോസിറ്റികൾ കൂടുതൽ ഈ ഇലക്ട്രോണിൻ്റെ ഇക്വറ്റോറിയൽ റീജിയനിൽ റിവോൾവ് ചെയ്താൽ മാത്രമാണ് ഇത്രയും മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ക്ലാസിക്കലി അത് കൺസീവ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല.
ബട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ കണ്ടായിരുന്നു. ക്ലാസിക്കലി ഓഡ് ആയിട്ടുള്ള പല കൺസെപ്റ്റുകളും ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ എമർജ് ചെയ്യുകയും അത് ബ്യൂട്ടിഫുള്ളായിട്ട് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ക്ലാസിക്കലി നമ്മൾ കാണുന്ന പോലെയല്ല മൈക്രോവേൾഡിലെ കാര്യങ്ങളൊന്നും നമ്മൾ പല എക്സാമ്പിളിൽ നിന്ന് കണ്ടായിരുന്നു. എനിവേ ഈ ഒരു മോഡൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻസ്, ഫൈൻ സ്ട്രക്ചറും അനോമലസ് സീമൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പിന്നീട് ഇൻ 1929 പോൾ ഡിറാക് ഇൻട്രൊഡ്യൂസ്ഡ് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ്. റിലേറ്റിവിറ്റിയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയറി കൊണ്ടുവന്നു, ക്വാണ്ടം മെക്കാനിക്സിൽ കറക്ഷൻ കൊണ്ടുവന്നു. ആ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൽ സ്പിൻ എന്നുള്ള കൺസെപ്റ്റ്, ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്നുള്ള കൺസെപ്റ്റ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇവോൾവ് ചെയ്ത് വരികയുണ്ടായി. ഇൻട്രിൻസിക് സ്പിൻ, നമ്മൾ ക്ലാസിക്കലി പറയുന്നതല്ലാതെ ഇലക്ട്രോൺ ഒരു ഇൻട്രിൻസിക് സ്പിൻ ഉണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് വരികയും വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്കലി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്തു. ഓക്കെ, നൗ so we assume a quantum number S is a quantum number associated with the spin angular momentum of electron. Quantum number small s ആണ്. Small s is the quantum number associated with spin angular momentum. Now S has only one value, only one allowed value. S is equal to half. ഹാഫ് എന്നുള്ള ഒറ്റ വാല്യൂ മാത്രമല്ല, ഏത് ഇലക്ട്രോൺ ആയാലും ഒറ്റ വാല്യൂ ഉള്ളൂ. എസ് ഈസ് ഈക്വൽ ടു ഹാഫ്. സ്പിൻ ആംഗുലർ മൊമെൻറ്റം വാല്യൂ ഈസ് ഹാഫ്. എല്ലാ ഇലക്ട്രോണും ഒരേ സ്പീഡിലാണ് സ്പിൻ ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം അതിൽ നിന്ന്. Now the magnitude of angular momentum due to electron spin, ഇത് സ്പിൻ ക്വാണ്ടം നമ്പറാണ്. ഈ ക്വാണ്ടം നമ്പർ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യാനാണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഈസ് ഗിവൺ ബൈ മോഡ് വെക്റ്റർ എസ് ക്യാപ്സ് എസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സ്മോൾ എസ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് കട്ട്. അപ്പോൾ ഓർക്കുക, എസ് എന്ന് പറഞ്ഞാൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ക്യാപ്സ് എസ്. സ്മോൾ എസ് എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പറാണ്. അതിൻ്റെ വാല്യൂ ഹാഫാണ്, ഒറ്റ വാല്യൂ ഉള്ളൂ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒറ്റ വാല്യൂ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 എച്ച് കട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 എച്ച് കട്ട്. അപ്പോൾ എല്ലാ ഇലക്ട്രോണിൻ്റെയും സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 3 ഡിവൈഡഡ് ബൈ 2 എച്ച് കട്ടാണ്. just like we define the orbital angular momentum. Orbital angular momentum magnitude L is equal to orbital quantum number, angular momentum quantum number L into L plus 1 h cut. പക്ഷേ അവിടെ ഒരു ഡിഫറൻസേ ഉള്ളൂ. എൽ ക്യാൻ ഹാവ് വാല്യൂസ് 0, 1 അപ് ടു n-1 വരെ വാല്യൂസ്, ഡിഫറെൻറ്റ് വാല്യൂസ് അലൗഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഫോർ എൽ അലൗഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ സ്പിൻ ക്വാണ്ടം നമ്പർ ഹാഫ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പിൻ എല്ലാ ഇലക്ട്രോണും ഒരേ ആംഗുലർ മൊമെൻറ്റം തന്നെയാണുള്ളത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് 3 ഡിവൈഡഡ് ബൈ 2 എച്ച് കട്ടാണ് വരുന്നത്. നൗ ഈ ഫൈൻ സ്ട്രക്ചറും അനോമലസ് സീമൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ്, ഇപ്പോൾ നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സ്പേസ് ക്വാണ്ടൈസേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിനും സ്പേസ് ക്വാണ്ടൈസേഷൻ പറയാൻ പറ്റും. ദ ഡയറക്ഷൻ ഓഫ് എസ്. സോ ദ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഹാവ് 2s+1 ഓറിയൻറ്റേഷൻസ്. നമ്മൾ കണ്ടായിരുന്നു എൽ ആണ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൽ എൽ ആയിരുന്നെങ്കിൽ 2l+1 ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ 2s+1 ഓറിയൻറ്റേഷൻസ് അലൗഡ് ആണ്. എസ് എത്രയാണ്? എസ് ക്വാണ്ടം നമ്പറാണ്, ഹാഫ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 × ½ + 1 ദാറ്റ് ഈസ് 2. അതായത് ഈ ഇലക്ട്രോൺ സ്പിൻ ചെയ്യാവുന്നത് രണ്ട് പോസിബിൾ ഓറിയൻറ്റേഷൻ മാത്രമേ ഉള്ളൂ, 2 പോസിബിലിറ്റിയേ ഉള്ളൂ. ഈ ആംഗുലർ മൊമെൻറ്റത്തിന് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ദാറ്റ് ക്യാൻ ഹാവ് 2l+1 പോസിബിൾ ഓറിയൻറ്റേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ 2s+1 ഇവിടെ 2 പോസിബിൾ ഓറിയൻറ്റേഷനേ വരുന്നുള്ളൂ. ആൻഡ് ദേ ആർ സ്പെസിഫൈഡ് ദി സ്പിൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ അതിന് ആ ഓറിയൻറ്റേഷൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം പോലെ തന്നെ ഇവിടെ ഒരു സ്പിൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കൊണ്ടുവരാണ്. സോ സ്പിൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ MS ഇസ് ഈക്വൽ ടു 2 പോസിബിൾ വാല്യൂ ഉള്ളൂ, +½ ആൻഡ് -½ അതാണ് ഇവിടെ 2 പോസിബിൾ ഓറിയൻറ്റേഷനേ ഉള്ളൂ. ഒന്ന് +½ അതിനെ നമ്മൾ സ്പിൻ അപ്പ് എന്ന് വിളിക്കും, -½ സ്പിൻ ഡൗൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് വരുന്നതെന്ന് നോക്കാം. അതിനെ ജോമെട്രിക്കൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ആംഗുലർ മൊമെൻറ്റം, സ്പിൻ ആംഗുലർ മൊമെൻറ്റം S. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം √3 ഡിവൈഡഡ് ബൈ 2 എച്ച് കട്ടാണ്. അപ്പോൾ അത് ഈ ഒരു പ്ലെയിനിലാണ് ഓർബിറ്റ്, ഇങ്ങനെയാണത് ഓർബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓറിയൻറ്റേഷനാണ്. ഇനി അതിൻ്റെ Z കമ്പോണൻറ്റ്, അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷനുള്ള കമ്പോണൻറ്റ്, എസിൻ്റെ Z കമ്പോണൻറ്റ്, അതായത് SZ. അപ്ലൈഡ് ഫീൽഡ് Z ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. Z ഡയറക്ഷൻ വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അപ്ലൈഡ് ഫീൽഡിൻ്റെ ഡയറക്ഷനാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ SZ അതിൻ്റെ വാല്യൂ 2 പോസിബിലിറ്റി ഉള്ളൂ, +½ എച്ച് കട്ട് ആൻഡ് -½ എച്ച് കട്ട്. അപ്പോൾ അത് വരുന്ന രീതിയിൽ മാത്രമാണ് ഇലക്ട്രോൺ സ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് കോൾഡ് സ്പിൻ അപ്പ്. +½ എച്ച് കട്ട് വരുന്നത് സ്പിൻ അപ്പ്, -½ എച്ച് കട്ട് വരുന്നത് സ്പിൻ ഡൗൺ. സോ SS =MS½ MS is ±1, so ±½ h cut. So only 2 possible orientations are allowed for spin quantum number.
ഇനി ഇതുപോലെ തന്നെ നമ്മൾ സീമൻ എഫക്റ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഈ സ്പിൻ ക്വാണ്ടം നമ്പർ വെച്ച് നമുക്ക് പറയാം. വി ക്യാൻ ഡിഫൈൻ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ സ്പിൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഫോർ ആംഗുലാർ സ്പിന്നിനാണ് പറഞ്ഞിരുന്നത്. ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഇസ് ദി റേഷ്യോ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിവൈഡ് ബൈ ആംഗുലാർ മൊമെൻറ്റ്. അപ്പോൾ ഈ കേസിലാണ് നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്തപോലെ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സി ഇറ്റ് ഈസ് -E/m. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഓഫ് ഓർബിറ്റൽ മോഷൻ എന്തായിരുന്നു? നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു -E/2m ആണ്. സീമൻ എഫക്റ്റിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്വൈസ് ആണ് സ്പിൻ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ വരുന്നത്. ഓർബിറ്റൽ ആംഗുലാർ മോഷനിലെ ഗൈറോമാഗ്നറ്റിക് റേഷ്യോയുടെ 2 ടൈംസ് ആണ് അല്ലേ, -E/2m × 2 ആണ് -E/m. അപ്പോൾ ട്വൈസ് ആയിട്ടാണ് സ്പിൻ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ വരുന്നത്. ഇനി നമുക്ക് സ്പിൻ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഡിഫൈൻ ചെയ്യാം. സ്പിൻ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് μs = -E/m(s). സ്പിൻ ആംഗുലാർ മൂവ്മെൻറ്റത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അവിടെ വരുന്ന ഗൈറോമാഗ്നറ്റിക് റേഷ്യോ -E/m ആണ്. ഓർബിറ്റൽ മൂവ്മെൻറ്റത്തിന് എന്തായിരുന്നു? മാഗ്നറ്റിക് മൂവ്മെൻറ്റ് μ = -E/2m L ആയിരുന്നു നമുക്ക് കിട്ടിയായിരുന്നു. എല്ലിന് പകരം ഇവിടെ സ്പിന്നാണ് എസ്, -E/2m ഗൈറോമാഗ്നറ്റിക് റേഷ്യോന് പകരം -E/m ആണ്. അത്ര വ്യത്യാസം വരുന്നുള്ളൂ. നൗ അതിൻ്റെ കമ്പോണൻറ്റ് ഇസഡ് ഡയറക്ഷനിലെ കമ്പോണൻറ്റ് നമുക്കറിയാം. രണ്ട് പോസിബിലിറ്റി ഉള്ളൂ, ± μb ആണ്. μb ഈസ് ദി ബോർ മാഗ്നറ്റ്യൂഡ്. നേരത്തെ നമ്മൾ സീമൻ എഫക്റ്റിൽ ഡിറൈവ് ചെയ്ത ഓർബിറ്റൽ കേസിൽ ഡിറൈവ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് പോസിബിലിറ്റിയും കൂടെ വരാണ് ഓറിയൻറ്റേഷൻ. രണ്ട് എനർജി ലെവലിൽ അങ്ങനെ ഒരു സ്പ്ലിറ്റിങ്ങും കൂടെ വരാണ്. ആ സ്പ്ലിറ്റിങ്ങിൽ നിന്നാണ് ഈ ഫൈൻ സ്ട്രക്ചറുകളും അനോമലസ് സീമൻ എഫക്റ്റ് 3ൽ കൂടുതൽ ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കൂടുതൽ എനർജി ലെവൽസ് വരുന്നത്. ഈ ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ക്വാണ്ടം നമ്പറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. സോ വി ഹാവ് ഫോർ ഡിസ്ക്രൈബിങ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം വി നീഡ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിന്നും കൂടെ ഇൻട്രിൻസിക് സ്പിൻ എന്നുള്ള കൺസെപ്റ്റും കൂടെ വരുമ്പോൾ മാത്രമാണ് ക്വാണ്ടം തിയറി, ആറ്റത്തിൻ്റെ ക്വാണ്ടം തിയറി കംപ്ലീറ്റ് ആവുന്നുള്ളൂ. So let us summarize. We have 4 quantum numbers. First one, principal quantum number denoted by n. Its value is 1, 2 up to infinity. And they represents the energy level, ground state energy level, first state energy level, higher states, excited state. അങ്ങനെ പറയുന്നു. അപ്പോൾ n = 1, 2, 3 ഇൻഫിനിറ്റി എന്ന് പറയുന്ന എനർജി ലെവൽസ് ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എനർജിയെ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. L = 0, 1, 2, 3 up to n-1 ആണ് അതിന് അലൗഡ് ആയിട്ടുള്ള വാല്യൂ. ആൻഡ് ദേ ഗിവ് ദി orbital angular momentum magnitude. Orbital angular momentum magnitude L is equal to square root of quantum number L into L plus 1 h ket. അപ്പോൾ അതിൻ്റെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിനെ കാണിക്കുന്നതാണ് ഇത്. ആൻഡ് തേർഡ് വൺ ഈസ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ML is equal to 0 ± 1 ± 2 up to ± L. അത് പോസിബിൾ ഓറിയൻറ്റേഷൻ സ്പേസ് ക്വാണ്ടൈസേഷൻ കാണിക്കുന്നതാണ്. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഡയറക്ഷൻ, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് കാണിക്കുന്നത്. സീമൻ എഫക്റ്റ്, നോർമൽ സീമൻ എഫക്റ്റ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. ദെൻ നമുക്ക് 2 ക്വാണ്ടം നമ്പറുണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പറും സ്പിൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും. ഇതിൽ തന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ ഹാഫ് ആയതുകൊണ്ട് നമ്മളതിനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, അതിന് ഒരു വാല്യൂ ഉള്ളൂ, അതുകൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കുകയാണ്. പിന്നെ വരുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ MS, 2 അലൗഡ് വാല്യൂസ് ±12. അതെന്ത് കാണിക്കുന്നത്? ഇലക്ട്രോൺ സ്പിന്നിൻ്റെ ഓറിയൻറ്റേഷനാണ്. നമ്മളിവിടെ കാണിച്ച പോലെ തന്നെ ഇലക്ട്രോൺ സ്പിന്നിന് അലൗഡ് ആയിട്ടുള്ള 2 ഓറിയൻറ്റേഷൻ, അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും കാണിക്കുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അറിയാം. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഈ 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റിൽ ഈ 4 ക്വാണ്ടം നമ്പറുകൾ സെയിം ആയിട്ട് വരുന്ന ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതും കൂടെ വെച്ചിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, നോ 2 ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ഓൾ ദ സെറ്റ് ഓഫ് സെയിം ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, ഒരു സ്റ്റേറ്റിൽ ഈ 4 സെറ്റ് ക്വാണ്ടം നമ്പറുകൾ സെയിം ആയിട്ടുള്ള ഇലക്ട്രോണിന്, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ, ഇലക്ട്രോൺ സ്പിൻ എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ വരുമ്പോഴാണ് ഹൈഡ്രജൻ ആറ്റം പോലുള്ള ആറ്റത്തിൽ ക്വാണ്ടം മെക്കാനിക്കൽ തിയറി അതിൽ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ.